സഖാവ് വി എസ് വിടവാങ്ങി. കഴിഞ്ഞ 5 വർഷത്തോളമായി അദ്ദേഹം മരണത്തോട് സന്ധിയില്ലാ സമരം നടത്തുകയായിരുന്നു. മറ്റൊരാളായിരുന്നെങ്കിൽ ഇതിനും വളരെ മുമ്പേ കടന്നു പോകുമായിരുന്നു. വി എസ് ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം അനുഭവമായതുകൊണ്ടുമാണ് ഇത്രകാലം പിടിച്ചു നിന്നത്. അകാല ചരമം എന്ന് പറയാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് 100 വയസ്സിലധികമായിരുന്നു. 102 വയസ്സാകാനായിട്ട് ഇനി 4-5 മാസങ്ങൾ കൂടിയേ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ശൂന്യത വളരെ വലുതാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് അദ്ദേഹം അമ്പലപ്പുഴ MLA ആണ്. പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാവാണ്. അന്ന് വലിയ വലിയ നേതാക്കന്മാരുള്ള കാലമാണ്. EMS, AKG, ഗൗരിയമ്മ, അതുപോലെ മറ്റു പലരും ഉണ്ടായിരുന്നു. പിന്നീട് 1980-ലാണ് ഇദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് വരും. അതിനുശേഷമാണ് MV രാഘവൻ്റെ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടാകും. ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അന്നൊക്കെ പാർട്ടിയെ ഇങ്ങനെ അചഞ്ചലമായിട്ട് മുന്നോട്ട് നയിച്ച ഒരു ധീര വിപ്ലവകാരിയായിട്ടാണ് അച്യുതാനന്ദനെ കണ്ടത്. അന്ന് ജനപ്രിയ നായകനായിട്ട് EK നായനാറുണ്ട്. നായനാർ ജനകീയനും ജനപ്രിയനുമായിട്ട് നിൽക്കുമ്പോൾ കാർക്കശ്യക്കാരനായ കാരിരുമ്പിൻ്റെ കരുത്തുള്ള ഒരു സമരനായകനായിട്ടാണ് VS മറുഭാഗത്ത് നിന്നിരുന്നത്. ഒരാൾ തിരുവിതാംകൂറുകാരൻ, മറ്റേയാൾ മലബാറുകാരൻ. അങ്ങനെ ഇവർ തമ്മിൽ ഉള്ളതായി പറയപ്പെട്ട പല അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചും പല കഥകളും ഈ മനോരമ മുതലായ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അന്ന് ഈ വിഭാഗീയത ഇങ്ങനെ മറനീക്കി പുറത്തു വന്നിട്ടില്ല. VS വളരെ കാലം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നു. പിന്നീട് അദ്ദേഹം 1991-ലാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നെല്ലാവരും വിചാരിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ട് UDF വിജയിച്ചു, രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചതിന് ശേഷം. തുടർന്ന് നായനാർ തന്നെ ആ സ്ഥാനത്ത് വന്നു. പിന്നീട് നായനാർ പാർട്ടി സെക്രട്ടറിയായിട്ട് പോയപ്പോൾ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി. 96-ൽ VS മുഖ്യമന്ത്രിയാവും എന്നെല്ലാവരും വിചാരിച്ചു. നായനാർ മത്സരരംഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി VS മാരാരിക്കുളത്ത് തോറ്റു. അദ്ദേഹം പിന്നീട് മുന്നണി കൺവീനറായിപ്പോയി. അതിനുശേഷം പാർട്ടിക്കകത്തുള്ള വിഭാഗീയത കുറയുകയല്ല കൂടുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും 2001-ൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു. പക്ഷെ അപ്പോൾ UDF-നാണ് ഭൂരിപക്ഷം കിട്ടിയത്. UDF-ന് ചരിത്ര വിജയം ഉണ്ടായി. AK ആൻ്റണി മുഖ്യമന്ത്രിയായി. ആൻ്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ആ സമയത്താണ് VS ഒരു വലിയ ജനനായകനും ജനപ്രിയ നായകനുമായിട്ട് ഉയർന്നു വന്നത്. അപ്പോഴേക്കും നായനാർ വിടവാങ്ങി. തുടർന്ന് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, VS പൂമാലയിൽ പോകുന്നു, VS മതികെട്ടാൻ ജോലിയിൽ പോകുന്നു, ഇതിനൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടും. കണ്ണേ കരളേ VS എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുണ്ടാകും. 2005 ഒക്കെ ആകുമ്പോഴത്തേക്ക് പാർട്ടിയിലെ വിഭാഗീയത പൊട്ടിത്തെറിയുടെ നിലയിലെത്തും. മലപ്പുറത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി ഗ്രൂപ്പുകാർ VS ഗ്രൂപ്പിനെ നിർണായകമാം വിധം പരാജയപ്പെടുത്തും. അങ്ങനെ VS-ന് ഒരു പരാജയപ്പെട്ട പടനായകൻ്റെ പ്രതിച്ഛായ കൂടി വരും. അദ്ദേഹത്തിന് വലിയ സിമ്പതി കിട്ടും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഹൈക്കോടതിയിലുണ്ടായിരുന്ന ഒരു ജഡ്ജി, ഒരു വലതുപക്ഷക്കാരനെന്ന് കരുതപ്പെട്ടിരുന്ന, ഞങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഈ മലപ്പുറം സമ്മേളനം നടന്നതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്യൂണിനെ പറഞ്ഞു വിട്ട് എന്നെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. ഞാൻ ചേംബറിൽ ചെന്ന് കയറിയപ്പോൾ ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ VS-നെ പോലെ നല്ലൊരു മനുഷ്യനെ ഇവരെ കൂടി ഇരുത്തി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായമാണ്. ആ രീതിയിൽ വലിയ ഒരു ജനസമ്മതി നേടിയെടുക്കാൻ VS-ന് സാധിച്ചു. അടുത്ത കൊല്ലം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2006-ൽ VS മത്സരിക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി. പാർട്ടിക്കാർ തന്നെ ജാഥ നടത്തി പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനം മാറ്റിച്ചു. അങ്ങനെ VS-ന് സീറ്റ് കിട്ടി. VS ജയിച്ചു. VS മുഖ്യമന്ത്രിയെ 5 കൊല്ലം വലിയ തെറ്റില്ലാതെ ഭരിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പോഴും സീറ്റ് കൊടുക്കില്ല എന്ന് ശാഠിച്ചു. പിന്നെയും ആളുകൾ തെരുവിലിറങ്ങി, പിന്നെയും സീറ്റ് കൊടുത്തു. ഒരു പക്ഷേ 2011-ലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. പക്ഷേ നേരിയ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ പുറകിൽ വലിയ കളികളുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതിനുള്ളൊരു സമയമല്ല. അത് കഴിഞ്ഞാണ് അദ്ദേഹം അപ്പോഴും വിശ്രമിക്കുന്നില്ല. ഈ TP ചന്ദ്രശേഖരനെ കൊല ചെയ്ത സമയത്തൊക്കെ
വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. അതുപോലെ മുസ്ലിം ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്ന പിണറായി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് വി എസ്. മുസ്ലിം ലീഗിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരുടെ പിന്തുണയോടെ അദ്ദേഹത്തിന് പണ്ടേ മുഖ്യമന്ത്രി ആകാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല. അങ്ങനെ ജനപ്രിയനായിട്ട് നിൽക്കുമ്പോഴും ശാഠ്യക്കാരനായിരുന്നു, വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു, വിപ്ലവ ബോധം ഒരിക്കലും കൈവിടാത്ത ആളായിരുന്നു. 2016 അദ്ദേഹത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വേറൊരാൾ മുഖ്യമന്ത്രി, അതൊക്കെ വേറെ കഥയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പവും സ്നേഹമുള്ള ആളായിരുന്നു വി എസ്. 2005 മലപ്പുറം സമ്മേളനം മുതൽക്കാണ് ഞാൻ ടെലിവിഷൻ ചാനലുകളിൽ സഖാവ് വി എസിനെ കലവറയില്ലാതെ പിന്തുണയ്ക്കാൻ തുടങ്ങിയത്. എൻ്റെ കേമത്വമല്ല, അദ്ദേഹത്തിന് ഉള്ള ജനപ്രിയതയുടെ ഒരു ചെറിയ ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരുപാട് വിരോധികളെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിലമതിക്കുന്നത് വി എസിനോടൊപ്പം നിന്നുകൊണ്ട് കിട്ടിയ ജനസ്വീകാര്യത തന്നെയാണ്. വി എസ് ആലുവയിൽ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയി കാണുമായിരുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ടും ഒരടുപ്പം അദ്ദേഹമായിട്ട് സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തെ അവസാനം കാണുന്നത്, അദ്ദേഹത്തെ ആദ്യം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം കണ്ടത് സഖാവ് AP കുര്യൻ മരിച്ച് ചിങ്ങമാസത്തിലെ തിരുവോണമായിരുന്നു. 2000 ആണ്ടാണെന്ന് എനിക്ക് 2001 വി എസ് അന്ത്യോപചാരം അർപ്പിക്കാൻ വന്നപ്പോഴാണ്. അന്ന് AP വർക്കി, ജോസഫൈനും ഗോവി കോട്ടമുറിയും ശർമ്മയും ഒക്കെ വി എസിനെ കാത്തു നിൽക്കുന്നു. വി എസ് വരുമ്പോൾ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇളക്കം ഉണ്ടാകുന്നു. വി എസ് വന്ന് പുഷ്പചക്രം അർപ്പിച്ച് അന്ത്യോപചാരം അർപ്പിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വി എസിനെ അവസാനം കണ്ടത് അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം സംഭവിച്ചതിന് ശേഷം 2020 2020 ജനുവരി മാസത്തിൽ ഞങ്ങളുടെ വക്കീലന്മാരുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെ അറിയിച്ചു, ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, സഖാവിനെ പറ്റുമെങ്കിൽ കാണണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അരുൺ വിളിക്കുന്നു. ഞാൻ തമ്പാനൂർ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കവടിയാറിൽ ചെന്ന് സഖാവിനെ കാണുന്നു. അദ്ദേഹം കണ്ണടച്ച് ഇരിക്കുകയാണ്. ഒരു കൈലിയാണ് കൊടുത്തിട്ടുള്ളത്, ടീഷർട്ടാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അരുൺ പറഞ്ഞു, അച്ഛാ ആരാണ് വന്നിരിക്കുന്നത് നോക്കൂ. അപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നെങ്കിലും കാണുന്നില്ല, നോക്കുന്നുണ്ട്, കാണുന്നില്ല. അച്ഛാ ചിരിക്കച്ഛ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചുണ്ട് ഒന്ന് വക്രിച്ചു, അത്ര തന്നെ. വീണ്ടും കണ്ണടച്ച് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറഞ്ഞു, അച്ഛന് വളരെ ഇഷ്ടമുള്ള ആളല്ലേ, ഒന്നുകൂടി ചിരിക്കച്ഛ. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ചിരിക്കുന്ന പോലെ കാണിച്ചു. വീണ്ടും അദ്ദേഹം അങ്ങനെ നിദ്രാവശകനായ ഒരാളെ പോലെ ഇരുന്നു. അതാണ് അവസാനത്തെ കാഴ്ച. ഏതായാലും സഖാവ് വി എസ് എന്ന ഒരു ഇതിഹാസം ഇവിടെ പൂർണ്ണമാകുകയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇതുപോലെയുള്ള ആളുകൾ ഇനി ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല, ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. സഖാവിന് ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.